എല്ലാ ജനങ്ങൾക്കും അല്ലാഹ് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാവ്. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്ർ, അറഫയുടെ രാവ്. ആ സമയത്ത് പോലും കുടുംബ ബന്ധം മുറിച്ച മനുഷ്യന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല, അവന് സ്വീകാര്യത കിട്ടൂല. കുടുംബ ബന്ധം ചേർക്കൽ അത്രയും പ്രധാനപ്പെട്ട ഫർളാണ്. പലപ്പോഴും കുടുംബവുമായി പിശകിപ്പോയി. ഇങ്ങനെ ഏത് തെറ്റ് ചെയ്തവരാണെങ്കിലും തെറ്റുകൾ പൊറുപ്പിക്കാനുള്ള മാർഗം എന്താണ്? ഉത്ലുബ് മതാബം ബിന്നദാമതി മുഖ്ലിഅ വബിഅസ്മി തർകി ദംബി ഫീമാ ഇസ്തഖ്ബല. ചെയ്ത തെറ്റിൽ മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദമുണ്ടാവുക, ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് അവിടെ അങ്ങ് നിർത്തുക, ഇനിമേലിൽ അതില്ല. അതേ പടച്ചവനോട് മനസ്സുകൊണ്ട് ഖേദിക്കുക, അതല്ലേ തൗബ എന്ന് പറയുന്നത്. അതിന്റെ പുറമെ മനുഷ്യരുമായി വല്ല അക്കടപാടുകളുമുണ്ടെങ്കിൽ, ബാധ്യതകളുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടുകയോ അല്ലെങ്കിൽ അവരെ കൊണ്ട് പൊരുത്തപ്പെടിക്കുകയോ ചെയ്യുക. അങ്ങനെ അങ്ങനെ പൂർണ്ണമായും തെറ്റിൽ നിന്ന് മാറി നിന്ന് വന്നുപോയ തെറ്റിൽ ഖേദം പ്രകടിപ്പിച്ച് ഇനിമേലിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിച്ച് പ്രതിജ്ഞയെടുത്ത് അതേ മറ്റുള്ളവർക്കുള്ള ഹക്കുകൾ കൊടുത്തു വീട്ടിയോ പൊരുത്തപ്പെടിച്ചോ പടച്ചവന്റെ മുമ്പിൽ ആത്മീയമായൊരു ശുദ്ധീകരണം നേടുക. അതാണ് ഞാൻ റമദാനാകുന്ന അതിഥി വരുന്നതിന് മുമ്പ്, ലൈലത്തുൽ ബറാഅത്ത് വരുന്നതിന് മുമ്പ് നമ്മളൊന്ന് കുളിച്ച് വൃത്തിയാകണമെന്ന് പറഞ്ഞത്. തൗബയാണ് കേട്ടോ, മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഖേദമാണ് കേട്ടോ. സ്വർഗം ലഭിക്കുന്ന മഹാന്മാരുടെ വിശേഷണങ്ങൾ സൂറത്തു തൗബയിൽ അല്ലാഹു തആല പറയുമ്പോൾ അത്തായിബൂനൽ ആബിദൂനൽ ഹാമിദൂനസ് സായിഊൻ അർറാകിഊനസ് സാജിദൂനൽ ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകരി വൽ ഹാഫിദൂന ലിഹുദൂദില്ലാഹ്. കുറേ വിഷയങ്ങൾ പറയുന്നു. ഒന്നാമതായി പറയുന്നത് അത്തായിബൂന, മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദം പ്രകടിപ്പിച്ച് തൗബ ചെയ്യുന്നവർ. പടച്ചോനെ പുറത്തുവരണേ എന്ന് നാവുകൊണ്ട് പറഞ്ഞാ പോരാ, നല്ല മനസ്സിന്റെ അടിത്തട്ടിൽ ഞാൻ ആരോടാ തെറ്റ് ചെയ്തത്, ഞാൻ ആരോടാണ് തെറ്റ് ചെയ്തത്. ഒരു SI വിളിക്കാം ആളെ പറഞ്ഞേച്ചിട്ട് ചെല്ലാൻ കഴിയാതെ വന്നപ്പോ SIന്റെ മുമ്പിലെത്തുമ്പോൾ കരയുന്ന മനുഷ്യന്മാരുണ്ട്. അതേപോലെ ബാപ്പ ഉമ്മ എന്തോ ഒരു കാര്യം പറഞ്ഞിട്ട് ബാപ്പ പറഞ്ഞത് ചെയ്യാൻ കഴിയാത്ത മകൻ ബാപ്പ ചോദ്യം ചെയ്യുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിക്കുന്നവരുണ്ട് നല്ലവരാണെങ്കിൽ. ഇതുപോലെ അതേ നാട്ടിലെ ഒരു വലിയ പ്രധാനിയാണ്, അദ്ദേഹത്തിന്റെ തൊഴിലാളിയാണ് നമ്മൾ, അദ്ദേഹം നമ്മുടെ കഫീലാണ്, സ്പോൺസറാണ്. ആ സ്പോൺസർ പറഞ്ഞ ദിവസം എത്താത്തതിന്റെ പേരിൽ പൊട്ടിക്കരയുന്ന തൊഴിലാളികളുണ്ട്. ചോദിക്കട്ടെ, ഇവരൊക്കെ അല്ലാഹുവിന്റെ അടിമകളല്ലയോ? അവർക്കും നമുക്കും വെള്ളം തരുന്നവൻ ആരാണ്? അവരെയും നമ്മയും യഥാർത്ഥത്തിൽ ഭരിക്കുന്നവൻ ആരാണ്? അവരുടെയും നമ്മുടെയും ഉടമസ്ഥൻ ആരാണ്? നമ്മുടെ കണ്ണും കാതും തന്നവൻ ആരാണ്? കിഡ്നിയും ഹാർട്ടും തന്നവൻ ആരാണ്? ബ്രെയിനും കരളും തന്നവൻ ആരാണ്? എല്ലാ നാഡി നരമ്പുകളും തന്നവൻ ആരാണ്? അതേ രക്തവും മാംസവും തന്നവൻ ആരാണ്? എല്ലാ ചോദ്യത്തിലും ഈ പാവപ്പെട്ട എനിക്ക് മറുപടി ഒന്നേ ഉള്ളൂ, എനിക്കെന്തെല്ലാം ഉണ്ടോ എല്ലാം തന്നവൻ, എന്നെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ അല്ലാഹു വിരോധിച്ചതല്ലേ ചെയ്തു പോയത്? ഏതൊരു ജീവിയോട് അക്രമം ചെയ്തെങ്കിലും അത് തെറ്റ് തന്നെയല്ലയോ?
സുബ്ഹാനല്ലാഹ്, അവൻ നോക്കരുതെന്ന് പറഞ്ഞത് അവൻ തന്ന കണ്ണുകൊണ്ട് നോക്കിപ്പോയെങ്കിൽ അത് തെറ്റ് തന്നെയല്ലയോ? അവൻ തന്ന നാവ് കൊണ്ട് ഹറാമ് സംസാരിച്ചെങ്കിൽ അത് തെറ്റ് തന്നെയല്ലയോ? അവൻ കൽപ്പിച്ച സുബഹിന്റെ സമയത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചില്ലെങ്കിൽ അത് വലിയ തെറ്റ് തന്നെയല്ലയോ? ആകയാൽ എല്ലാം തന്ന റബ്ബിനോട് ചെയ്ത തെറ്റ് അത് വലിയ പാതകമല്ലയോ? അതൊന്ന് മാപ്പ് കിട്ടാൻ ആ യജമാനന്റെ മുന്നിൽ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് എനിക്കെന്റെ റബ്ബ് നിശ്ചയിച്ച മരണസമയം ഏതാണ്? അല്ലാഹ് സുബ്ഹാനല്ലാഹ്, 22 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ മെനിഞ്ഞാന്ന് പെട്ടെന്ന് മറിഞ്ഞു വീണ് മരണപ്പെട്ടു പോയി. 24 വയസ്സുള്ള മറ്റൊരാൾ അതുപോലെ മരിച്ചുപോയി. 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനായ കുട്ടി എന്റെ ദർസിൽ നിന്ന് പെട്ടെന്ന് വീണ് മരിച്ചുപോയി. അങ്ങനെ ഓരോരുത്തരും ചെറിയ പ്രായമുള്ളവരും വലിയ പ്രായമുള്ളവരും പെട്ടെന്ന് മരിക്കുന്നത് കാണുന്നില്ലേ? ഈ പാവപ്പെട്ട ഞാൻ നിങ്ങളോട് ഇന്നിപ്പോൾ സംസാരിക്കുന്നു. എന്റെ ഈ സംസാരം തീരുന്നത് വരെ എനിക്ക് ഗ്യാരണ്ടി ഉണ്ടോ? നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടോ? പടച്ചവന്റെ മുന്നിലേക്ക് പോകാനുള്ള യാത്രക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുങ്ങണ്ടയോ? ആ ഒരുക്കത്തിന് വേണ്ട ഏറ്റവും വലിയ കാര്യം തൗബയാണ്. ജീവിതത്തിൽ ഇതുവരെ വന്നുപോയ അപാകതകൾ അതൊന്ന് കഴുകി കിട്ടണമല്ലോ. ഏടുകളിൽ സ്ഥലം പിടിച്ചൊന്ന് മയച്ചു കിട്ടണമല്ലോ. എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകുമ്പോ ഞാനൊന്ന് ശുദ്ധമായി പോകണമല്ലോ. അതിനുവേണ്ടി മനസ്സറിഞ്ഞുള്ള തൗബ വേണം. ആ തൗബയുള്ളവരെ കുറിച്ചാണ് റബ്ബ് പറയുന്നത്, പടച്ചവനോട് ഖേദിച്ച് മടങ്ങുന്ന താഹിബീങ്ങൾ, അൽ ആബിദൂൻ പടച്ചവനെ ഇബാദത്തെടുക്കുന്നവർ, നിസ്കരിക്കുന്നവര്, ഖുർആൻ ഓതുന്നവര്, സ്വലാത്ത് ചൊല്ലുന്നവര്, ദിക്റ് ചൊല്ലുന്നവർ, സദഖ നൽകുന്നവർ, നോമ്പെടുക്കുന്നവർ, അങ്ങനെ ഒരുപാട് ഇബാദത്തില്ലേ. അൽ ആബിദൂൻ ഇബാദത്തെടുക്കുന്നവർ, അൽ ഹാമിദൂൻ പടച്ച റബ്ബിനെ എപ്പോഴും സ്തുതിക്കേണ്ടവരാണ് അടിമകൾ. അവൻ ഓരോ സെക്കൻഡിലും അനുഗ്രഹം ഇങ്ങനെ തന്നതുകൊണ്ടല്ലേ എനിക്കിവിടെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞത്. ആ റബ്ബിനെ ഞാൻ എപ്പോഴും പുകഴ്ത്തി പറയേണ്ടതില്ലേ? അൽ ഹാമിദൂൻ പടച്ച റബ്ബിനെ സ്തുതിക്കുന്നവർ, അസ്സായിഹൂൻ പടച്ച റബ്ബിനെ നോമ്പെടുക്കുന്നവർ, അർറാകിഊന സാജിദൂൻ റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കുന്നവർ, അൽ ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവർ, ചീത്ത കാര്യങ്ങൾ വിരോധിക്കുന്നവർ. ഇതെല്ലാം മനുഷ്യന്റെ കടപ്പാടല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം പറയുമ്പോൾ മുജാഹിദ് ജമാഅത്ത്, തബ്ലീഗ് ജമാഅത്ത്, വ്യാജ ത്വരീഖത്ത് തുടങ്ങിയ പിഴച്ച കക്ഷികളുടെ ന്യൂനത പറയുമ്പോ ചിലർക്ക് തോന്നി മുസ്ലിംമാർക്ക് വേറെയും പണിയിൽ ഇങ്ങനെ എത്ര കുറ്റവും പറഞ്ഞു നടക്കാണ്. അല്ലല്ല, ഇത് അള്ളാഹുവിനോടുള്ള ബാധ്യത നിർവഹിക്കുകയാണ്. അൽ-ആമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ നല്ല കാര്യം കൽപ്പിക്കണം, നിഷിദ്ധമായ തെറ്റായ കാര്യങ്ങൾ വിരോധിക്കണം. അത് ചെയ്യുന്നവർ അല്ലാഹു പറയാണ്, വൽ ഹാഫിളൂന ലിഹുദൂദില്ലാഹ് പടച്ചവന്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവർ. സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോൾ ഈ അടുത്ത് എൻ്റെ ഈ ഫോണിലുണ്ട് കുറേ ചിത്രങ്ങൾ. ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു രാവിലെ. അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു. ഒരു 2 അമുസ്ലിം സഹോദരിമാരും ഒരു മുസ്ലിം സ്ത്രീയും കൂടി സ്റ്റേജിൽ കയറിയിട്ട് പാട്ടുപാടും. പാട്ടിൽ പറയുന്നത് എന്താ? അള്ളാനോട് പറയുന്നു, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ്. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അള്ളാഹ് മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും. അത് പാടുകയാണ്, വ്യായാമത്തിന്റെ പേരിലാണ് എന്നാ പറയുന്നത്. വ്യായാമത്തിന് ഇങ്ങനെ പാട്ട് പാടണോ? ആണും പെണ്ണും കൂടിക്കലർന്ന് തുള്ളണോ? വ്യായാമത്തിന് കുഫർ പാടണോ? ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന പാട്ട് പാടണോ? അത് പറയുമ്പോ ചിലർ പറയും ഇവർക്ക് എല്ലാറ്റിനും വെറുപ്പാകും. എല്ലാറ്റിനും വെറുപ്പൊന്നുമില്ല. നിങ്ങൾ ചൊല്ലിക്കോ, നമുക്ക് വെറുപ്പുണ്ടോ? സലാത്ത് ചൊല്ലിക്കോളി, വെറുപ്പുണ്ടോ? എന്തിന് കുഫർ പാടണം? മുസ്ലിം കുട്ടികൾ പെണ്ണുങ്ങൾ കൊണ്ട് എന്തിന് കുഫർ പാടിക്കണം?
ഇസ്ലാം എന്ന് പുറത്തു പോകില്ലേ? അള്ളാഹ് മക്കളുടെ എന്ന് വിശ്വസിച്ചാൽ പിന്നെ ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ എന്താ വ്യത്യാസം? സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കം തന്നെ എന്താ? ലിയുൻദിറല്ലദീന ഖാലു ഇത്തഖല്ലാഹു വലദാ. പടച്ചവന് മക്കളുണ്ടെന്ന് പറഞ്ഞവരെ താക്കീത് ചെയ്യാനാണ് നബിയെ ഖുർആൻ ഇറക്കിയത്. മാലഹും ബിഹി മിൻ ഇൽം. പടച്ചവന് മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് ഒരു വിവരവും ഇല്ല, ഒരു തെളിവും ഇല്ല. വലാലി അബാഇഹിം. അവരുടെ പിതാക്കൾക്കും അതിലൊരു തെളിവുമില്ല, ഒരു വിവരവുമില്ല. കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം. അവരുടെ തൊള്ളയിൽ നിന്ന് വരുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ്. അള്ളാഹിനെ പറ്റി, അള്ളാഹിന്റെ മക്കൾ എന്ന സൃഷ്ടികളെ കുറിച്ച് പറയാൻ പാടില്ല. പക്ഷേ അത് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പാടിക്കുകയാണ് വ്യായാമത്തിന്റെ പേരിൽ. വ്യായാമം വേണ്ടെന്ന് ആരോ പറഞ്ഞോ? സുഹൃത്തുക്കളെ, അപ്പൊ പണ്ഡിതന്മാർ അവർക്ക് നല്ല കാര്യം കൽപ്പിക്കേണ്ടി വരും, തെറ്റായ കാര്യം വിരോധിക്കേണ്ടി വരും. ഖുർആൻ പറഞ്ഞതാ, കടപ്പാടാ. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. സ്ത്രീകളെ, പുരുഷന്മാരെ അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിക്കണം. വലാ യദ്രിബന ബിഅർജുലിഹിന്ന ലിയഅലമ മാ യുഖ്ഫീന മിൻ സീനതിഹിന്ന. സ്ത്രീകളെ നിങ്ങളുടെ കാലിൽ പാദസരം ധരിച്ചുകൊണ്ടും കരയുന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ടും ശബ്ദമുണ്ടാക്കി ഒരാളെയും നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കരുത് കേട്ടോ. ഖുർആൻ ചെരുപ്പിന്റെ ശബ്ദം കൊണ്ട് പോലും പുരുഷന്മാരെ തിരിച്ചു നോക്കിക്കരുത്. പിന്നെയാണോ സ്ത്രീകൾ പരസ്യമായി ശരിക്കും ഔറത്ത് മറക്കാതെ അവരുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള എന്തെല്ലാം കോപ്പിരാട്ടികളാണ് കാണിക്കുന്നത്? അപ്പോൾ അത് പറയൽ പണ്ഡിതന്മാരെ കടപ്പാടാണ്. അല്ലാമിറൂന ബിൽ മഅറൂഫി വന്നഹൂന അനിൽ മുൻകർ വൽഹാഫിദൂന ലിഹുദൂദില്ലാഹ്. അപ്പൊ തൗബ വേണം, ഇബാദത്ത് വേണം, പടച്ചവനെ സ്തുതിക്കണം, നോമ്പെടുക്കണം, നിസ്കാരം റുകൂഉം സുജൂദും ചെയ്ത് നിസ്കരിക്കണം, നല്ല കാര്യം കൽപ്പിക്കണം, ചീത്തക്കാര്യം വിരോധിക്കണം. അതുപോലെ പടച്ചവന്റെ അതിരുവരമ്പുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആള് അവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ. വബശ്ശിരിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. സന്തോഷം എന്താണ്? അതിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ അസ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. അല്ലാഹു തആല അതാ സ്വർഗം കൊടുക്കും. ഇവിടെയുള്ള ലോകം, നമ്മുടെ ജീവിതം 100 വയസ്സ് ജീവിച്ചാൽ തന്നെ കാലം കുറെ കഴിഞ്ഞു പോയില്ലേ? ഇനിയുള്ളത് എത്ര വർഷമാണ്? ഇനിയും 100 വന്നാൽ തന്നെ 100 വർഷത്തോടെ ജീവിതം കഴിഞ്ഞില്ലേ? എന്നാൽ പരലോകത്തുള്ള ജീവിതമോ 100 കോടി കൊല്ലമല്ല, 100,000 കോടി കൊല്ലമല്ല, കോടി 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 കോടി. മരണം വരെ ഞാൻ കോടി കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലത്തുള്ള ജീവിതമല്ലേ പാരത്രിക ലോകത്തുള്ള ജീവിതം. ആ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള രസം മതിയോ? ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള ലാഭം മതിയോ? ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള സ്ഥാനം മതിയോ? അതുകൊണ്ട് ഗൗരവത്തോടെ ദീനിന്റെ വിഷയങ്ങൾ ചിന്തിക്കുകയും അങ്ങനെ ദീനീ ചുറ്റുപാടിലായി ജീവിച്ച് മരിക്കുകയും ചെയ്യണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ.